നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ബാറിൽ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലിയ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പോലീസുകാരുടെ തമ്മിലടിയിൽ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടിരിക്കുന്നു. ഗുണ്ടാ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തമ്മിലടിയും ഗുണ്ടാ സാന്നിധ്യവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ റിപ്പോർട്ടിലുമുണ്ട്. 2 CIമാരാണ് SP-യുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും സാന്നിധ്യത്തിൽ ബാറിലെ സൽക്കാരത്തിനിടെ തമ്മിലടിച്ചത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. BV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഈ വിഷയം. കാരണം തിരുവനന്തപുരത്തെ പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ ഒരു ബാറിലെ സൽക്കാരത്തിനിടെ 2 CIമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ DGP ഉത്തരവിട്ടിരിക്കുന്നു. 2 ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ഉണ്ടാകുമോ അരുൺ? ടോം, സംസ്ഥാനത്തെ പോലീസിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ പോലീസിൽ ഗുണ്ടകളുമായുള്ള പോലീസുകാരുടെ ബന്ധം നേരത്തെ തന്നെ നിരവധി വാർത്തകൾ വന്നതാണ്. നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലുള്ളതാണ്. ഗുണ്ടാ ബന്ധത്തിൻ്റെ പേരിൽ, അവിശുദ്ധ കൂട്ടുകളുടെ പേരിൽ നിരവധി ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ഈ സർക്കാർ. പക്ഷേ ഇപ്പോഴും അത്തരം കൂട്ടുകെട്ടിന് ഒരു കുറവുമില്ലാതെ തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 4-ാം തീയതി ഡിസംബർ 4-ന് തിരുവനന്തപുരത്ത് വഴയിലുള്ള ബ്ലൂ കാസിൽ എന്ന ഹോട്ടലിൽ നടന്ന മദ്യ സത്കാരം. അവിടെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായാണ്. നിലവിൽ അതൊരു ഹോട്ടൽ മാത്രമാണ്, പക്ഷേ ബാർ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഹോട്ടൽ. വൈകാതെ അവിടെ ബാർ ലൈസൻസ് ലഭിക്കുമെന്ന് പറയുന്നു. അത്തരമൊരു ഹോട്ടലിൽ നടന്ന മദ്യസത്കാരം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഹോട്ടൽ ഉടമ മദ്യസത്കാരം അടക്കമുള്ള വിരുന്ന് നടത്തി. അതിൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കുപ്രസിദ്ധരായ ഗുണ്ടാ നേതാക്കളും അതുപോലെ തന്നെ തലസ്ഥാനത്തെ പോലീസിലെ ഉന്നതരും പങ്കെടുത്തു. അതിലൊരു കൺഫേർഡ് IPS ഉദ്യോഗസ്ഥരുണ്ട്, അതായത് പ്രൊമോട്ടഡായി IPSലേക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട്, ഒരു SP ഉണ്ട്. നിരവധി കേസുകളിൽ, പ്രധാനപ്പെട്ട കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു SP ആ വിരുന്നിൽ പങ്കെടുത്തു, ആ സത്കാരത്തിൽ പങ്കെടുത്തു. അതിനു പുറമെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില ഗുണ്ടാ നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടു. ADGPയോട്, ഇന്റലിജൻസ് ADGP അരുൺ നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്. നേരത്തെ ചെയ്ത റിപ്പോർട്ടില് SP ഒരു കുടുംബസമേതമാണ് ആ സൽക്കാരത്തിൽ പങ്കെടുത്തതെന്ന് നേരത്തെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഏതൊക്കെ ഗുണ്ടകൾ? തിരുവനന്തപുരത്തെ കുപ്രസിദ്ധരായിട്ടുള്ള പല ഗുണ്ടകളും ആ സൽക്കാരത്തിൽ പങ്കെടുത്തു, ആ വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെയാണ് അവർ? ടോം, ഒരു SP കുടുംബസമേതം പങ്കെടുത്തു. മറ്റൊരു IPS ഉദ്യോഗസ്ഥർ, അത്രയൊന്നും സർവീസിൽ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ലാത്ത, പരസ്യമായ ചീത്തപ്പേര് അല്ലെങ്കിൽ ഇത്തരം ബന്ധമൊന്നും ഇതുവരെ അങ്ങനെ ആരോപണം നേരിടാത്ത ഒരു IPS ഉദ്യോഗസ്ഥരും ആ വിരുന്നിൽ പങ്കെടുത്തു. ഗുണ്ടകൾ പ്രധാനമായും ആ വിരുന്നിൽ പങ്കെടുത്ത കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഓം പ്രകാശ്. ഓം പ്രകാശും ഈ വിരുന്ന് സത്കാരത്തിൽ പങ്കെടുത്തു. ഓം പ്രകാശിനെ അവിടെ വിളിച്ചതിനെ ചൊല്ലിയും ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ തർക്കമുണ്ടായി. അതാണ് ഈ അടിയിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടും ഈ ഇന്റലിജൻസ് മേധാവി നൽകിയിട്ടുണ്ടെന്നാണ് നൽകുന്ന സൂചന. ഇതിൽ ഒരു ഉദ്യോഗസ്ഥനൊപ്പം വരുന്ന ഓം പ്രകാശും മറ്റു ഗുണ്ടകൾ പറയുമ്പോൾ മറ്റൊരാൾ മരുതൻകുഴി അമ്പിളി എന്ന് പറയുന്ന ആളാണ്. മറ്റൊന്ന് കാഞ്ഞിരംപാറ അബുവാണ്. ഇവർക്ക് പുറമെ മറ്റു ചില ഗുണ്ടകൾ കൂടി ഇതിൽ പങ്കെടുത്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും നമ്മളിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പേരുകൾക്കപ്പുറത്തേക്ക് ചില ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഷാഡോ പോലീസിൻ്റെ ഭാഗമായി, നമുക്കറിയാം ഷാഡോ പോലീസ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പോലീസ് സേനയിൽ. ഈ ഗുണ്ടകളുടെ നീക്കങ്ങൾ, ഗുണ്ടകളുടെ ഒളിവിൽ പോയാൽ അവരെ കണ്ടുപിടിക്കൽ, അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾക്ക് പോലീസിനെ, സിറ്റി പോലീസ് കമ്മീഷണറുടെയും SP-മാരുടെയും ഒക്കെ സ്ക്വാഡിനെ സഹായിക്കുന്നവരാണ് ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥർ. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നീക്കങ്ങൾ ഓരോ സമയം കണ്ടെത്തി സ്പെഷ്യൽ ബ്രാഞ്ചിനൊപ്പം റിപ്പോർട്ട് ചെയ്യുകയും അത് തടയിടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഷാഡോ പോലീസ് സംഘാംഗങ്ങൾ. ഒരു വേളയിൽ, ഒരു സമയത്ത് തലസ്ഥാനത്തെ ഷാഡോ പോലീസ് ഒന്നാകെ പിരിച്ചുവിട്ട സംഭവവും തിരുവനന്തപുരത്തെ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഈ ഗുണ്ടാ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ്. അത്തരത്തിൽ ഷാഡോ പോലീസ് ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർ അവിടെ പങ്കെടുത്തു. ഒരു CA പിന്തുണച്ചുകൊണ്ട് മറ്റൊരു സർക്കിൾ ഇൻസ്പെക്ടറെ മർദ്ദിക്കാൻ ഈ ഷാഡോ പോലീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു. അവർ തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാൻ കൂട്ടുനിന്നു എന്ന റിപ്പോർട്ടും ഈ ADGP നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട കുപ്രസിദ്ധരായ ഗുണ്ടകളുടെ സാന്നിധ്യം അവിടെ പോലീസ് സ്ഥിരീകരിക്കുന്നു, ADGP സ്ഥിരീകരിക്കുന്നു. അതിനൊപ്പം IPS ഉദ്യോഗസ്ഥനടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സാന്നിധ്യവും ഈ വിരുന്ന് സത്കാരത്തിൽ സ്ഥിരീകരിക്കുന്നു. നമുക്കറിയാം, ഇതിന് ഏതാനും ദിവസങ്ങൾക്കപ്പുറമാണ് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച, ജാഗ്രതക്കുറവൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുൺ, നമുക്കറിയാം, കൊച്ചിയിൽ, ആലുവയിലെ ഏതാനും
മാസങ്ങൾക്ക് മുൻപ് തമ്മനം ഫൈസൽ എന്ന ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ സൽക്കാരത്തിനെത്തിയ ഡിവൈഎസ്പിയെ, അതായത് അദ്ദേഹം റിട്ടയർ ആകാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ സൽക്കാരത്തിൽ പങ്കെടുത്തത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അന്ന് ആ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തതാണ്, അദ്ദേഹത്തിന് നടപടി ഉണ്ടായതാണ്. അങ്ങനെയെങ്കിൽ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ, SP, 2 CIമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടകൾക്കൊപ്പം ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു, അതും ഒരു ബാർ ഉടമയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു പറയുമ്പോൾ അത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. സ്വാഭാവികമായി ഇവർക്കെതിരെ നടപടി വേണ്ടതല്ലേ അരുൺ? തീർച്ചയായും അതീവ ഗൗരവത്തോടു കൂടി സർക്കാർ ഇതിനെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടത്. ADGP, ഇന്റലിജൻസ് ADGPയോട് ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു. അതിനടിസ്ഥാനത്തിൽ ADGP അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലാണ് ഇത്തരം ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. സ്വാഭാവികമായും ഇന്നൊരു അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാകാം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായി നടപടി ഉണ്ടാകും. പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലം കർശന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക, ആ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം ആ ഉദ്യോഗസ്ഥർ തമ്മിലടിക്കുക, ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ തമ്മിലടിക്കുക, ഒരു ഗുണ്ടയുടെ പേര് പറഞ്ഞ് തമ്മിലടിക്കുക, അതിൽ മറ്റേ കീഴുദ്യോഗസ്ഥർ കൂടി അതിന്റെ ഭാഗമാവുക, ഉന്നത ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാൻ ഈ കീഴുദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുക തുടങ്ങിയ അതീവ ഗുരുതരമായ പോലീസ് സേനയ്ക്ക് അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കുന്ന, പോലീസ് സേനയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന, പോലീസ് സേനയുടെ ഒരു ഡെക്കോറം അത് കീപ്പ് ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ ഇങ്ങനെ പങ്കെടുക്കുക, അതിന് പിന്നാലെ സംഭവങ്ങൾ കൂടി ചേർത്ത് വായിച്ചു പോകണം. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ബാറിലെ അടി ഉൾപ്പെടെ സംഭവങ്ങൾ, ഇന്നലെ തിരുവല്ലത്തെ ഒരു ബാറിൽ മദ്യപിച്ച് ക്രിമിനലുകൾ തമ്മിൽ അടിക്കുന്നു, അവിടെ ചോദിക്കാനെത്തിയ പോലീസുകാരൻ്റെ തല അടിച്ചു പൊട്ടിക്കുന്ന സംഭവമുണ്ടായി. അങ്ങനെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടായ സംഭവങ്ങൾ. ഒരു വശത്ത് ഗുണ്ടാ ശല്യം പെരുകുന്നു, മറുവശത്ത് അതേ ഗുണ്ടകൾക്കൊപ്പം അല്ലെങ്കിൽ അത്തരക്കാർക്കൊപ്പം പോലീസിലെ ഉന്നതർ മദ്യപാന സദസ്സുകൾ പങ്കെടുക്കുന്നു, ആ ഗുണ്ടകളുടെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്നു, ഗുണ്ടകളുടെ സാന്നിധ്യം തന്നെ തമ്മിലടിക്കുന്നു തുടങ്ങിയ അത്യന്തം നാണക്കേട് പോലീസ് സേനയ്ക്കുണ്ടാകുന്ന സംഭവങ്ങളാണ് തലസ്ഥാന പോലീസിൽ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ട് ഗുണ്ടകൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ട് ഗുണ്ടകൾ ഇങ്ങനെ ആരെയും പേടിക്കാതെ നിരന്തരം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇടപെടുന്നു എന്ന തെളിവ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ്. നമുക്കറിയാം ഓംപ്രകാശിന്റെ കാര്യത്തിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഈ സമീപകാല ക്രമസമാധാന നില തകർന്ന സാഹചര്യം പോലും ഉണ്ട്. കാരണം ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന, പരസ്പരം തമ്മിൽ തല്ലുന്ന, ഗുണ്ടാ കുടിപ്പകയ്ക്ക് വേദിയാകുന്ന ഒരു സ്ഥലമായി തിരുവനന്തപുരം നഗരം മാറുന്നു. മാത്രമല്ല പലപ്പോഴും ഇത് കൊലപാതകത്തിൽ വരെ കലാശിക്കുന്ന സംഭവമുണ്ട്. ഇവിടെ ഈ ഗുണ്ടകളെ അടിച്ചമർത്താൻ വേണ്ടി പോലീസ് പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിനിടെയാണ് ഈ ഗുണ്ടകൾക്കൊപ്പം ഒരു സൽക്കാരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. BV അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അരുൺ, ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് കാണുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ തലസ്ഥാനത്തെ അടക്കമുള്ള ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്, ഇവരെ സംരക്ഷിക്കുന്നത് ഈ പോലീസിലെ പല ഉന്നതരുമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സംരക്ഷണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മൗന ആശീർവാദം തന്നെയാണ് ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുപ്രസിദ്ധ ഗുണ്ടയ്ക്ക് ഇവിടെ നിന്ന് ഒരു വെട്ടുകേസ് ഉണ്ടാക്കിയ ശേഷം ഇവിടെ നിന്ന് ഗോവ വരെയൊക്കെ പോകാൻ അനായാസം കഴിഞ്ഞു. പോലീസ് ബംഗളൂരുവിലും കർണാടകയുടെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ അന്വേഷിച്ച് നടന്നു. മുംബൈയിൽ പോയി, അവിടെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഗോവയിൽ നിന്ന് അയാളെ കസ്റ്റഡി എടുത്ത് കൊണ്ടുവരുന്ന സംഭവമുണ്ടായി. അന്ന് ഈ ഗുണ്ടാ നേതാവിന് ഇവിടെ നിന്ന് കടക്കാൻ സഹായം ലഭിച്ചത്, അനായാസം സംസ്ഥാനങ്ങൾ പിന്നിട്ട് പോകാൻ സാധിച്ചത്, കൃത്യമായ ബാങ്ക് ഇടപാടുകളും പണവും കൈവശം വയ്ക്കാൻ സഹായിച്ചതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടൽ കൂടിയാണ്. പലപ്പോഴും ഇയാളുമായി ഈ ദിവസങ്ങളിലൊക്കെ ഫോണിൽ ബന്ധപ്പെട്ട ആളുകളുടെ പട്ടിക പോലീസ് തന്നെ ശേഖരിച്ചു. അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. അതിന് കാരണം ഈ ഫോൺ കോളുകൾ ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത്, ആ ഫോൺ കോളുകൾ ഏതൊക്കെ ഉന്നതന്മാർക്ക് പോയിട്ടുണ്ട്, ആ വിവരം കണ്ട് ഞെട്ടിയാണ് പോലീസ് ഒരുപക്ഷെ അന്വേഷണം പോലും പാതി വഴിയിൽ അവസാനിപ്പിച്ചത്. ഗുണ്ടകളെ ഉപയോഗിച്ച് തങ്ങളുടെ ഇഷ്ടം
കാര്യങ്ങൾ സാധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് സേനയിൽ ഇതാദ്യമല്ല, നേരത്തെയുമുണ്ട്. തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, അവിടെ ഒരു ഉന്നതയായ IPS ഉദ്യോഗസ്ഥയുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗുണ്ടകളെ ഇറക്കിയതിൻ്റെ നിരവധി വാർത്തകൾ ആ സമയത്ത് പുറത്തു വന്നതാണ്. ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാർക്കെതിരെ പോലും ഒരു IPS ഉദ്യോഗസ്ഥ തിരിഞ്ഞതിൻ്റെ സംഭവങ്ങൾ നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അവർ ഇപ്പോൾ നേരത്തെ സേനയിലുണ്ട്, അവരിൽ പലരും വിരമിച്ച് പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരും ആ രീതിയിൽ ഗുണ്ടകളെ ഉപയോഗിക്കുന്നതിന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുണ്ടകൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നത്. ആ മദ്യപാന സദസ്സിൽ തങ്ങളുടെ റാങ്ക് പോലും നോക്കാതെ, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ആരാണെന്ന് പോലും നോക്കാതെ തമ്മിലടിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധൈര്യം കിട്ടുന്നത് അവർ തയ്യാറാകുന്നതും ഗുണ്ടകളും പോലീസുമായി തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതിൽ വലിയൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ അസംതൃപ്തരാണ്, കർശനമായ നടപടി വേണമെന്ന് ആവശ്യമുള്ളവരാണ്. ഒരുപക്ഷെ ഇപ്പോൾ DGP നിർദ്ദേശിച്ചിരിക്കുന്ന, സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരക്കാർക്ക് നടപടി ഉണ്ടാകാം. പക്ഷേ നടപടി ഉണ്ടാകുമ്പോഴും കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു അക്രമസമം ഉണ്ടാകുമ്പോൾ പോലീസ് നടപടിയിൽ ഗുണ്ടകൾ പതുങ്ങിയിരിക്കുന്നത് പോലെ ഈ ഗുണ്ടാ കൂട്ടുകെട്ടുള്ള ഉദ്യോഗസ്ഥരും തൽക്കാലത്തേക്ക് നിശബ്ദരാകും. പിന്നീട് വീണ്ടും അവർ ഇതേ രീതി തുടരും. അതുതന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നത്. ഇപ്പോഴും അതുതന്നെ ഉണ്ടാകാം. പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ ഈ ഹോട്ടലിൽ ഉദ്യോഗസ്ഥർ ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ തമ്മിലടി സംഭവത്തിൽ കർശന നടപടിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസ് മേധാവിയുടെ നീക്കമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തമ്മിലടിയിൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അരുൺ തന്നെ സൂചിപ്പിച്ചു, ഈ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലടിച്ച ആ സ്ഥലത്ത്, ആ ഹോട്ടലിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന്. അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്നെ അരുൺ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയാണ്, തിരുവനന്തപുരത്ത് ഒരു നിശാ ക്ലബിൽ ഓം പ്രകാശിൻ്റെയും ഗുണ്ടാ സംഘങ്ങൾ, ഓം പ്രകാശിൻ്റെയും അതോടൊപ്പം എയർപോർട്ട് ഷാജന്റെയും ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവം. അതിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഓംപ്രകാശിന്റെ കൂട്ടാളികളെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേസിൽ ഓംപ്രകാശും എയർപോർട്ട് ഷാജനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഫോർട്ട് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അരുൺ, ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അവിടെ 2 കൂട്ടരും തമ്മിൽ, അതായത് ഓംപ്രകാശും എയർപോർട്ട് ഷാജനും തമ്മിൽ ചില ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് 2 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് അരുൺ? ഈഞ്ചക്കരിലെ നിശാ ക്ലബിൽ ഒരു ഡാൻസ് ബാറാണത്. തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരു ഡാൻസ് ബാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരംഭിച്ച ബാറാണ്. അവിടെയാണ് ഇത്തരമൊരു ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത്. അവിടെ DJ പാർട്ടി നടത്തുന്നത് എയർപോർട്ട് ഷാജന്റെ മകനായ ഡാനിയാണ്. ഡാനിയും നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അവിടെ ഡാനി ഈ DJ നടത്തുമ്പോൾ അവിടെ ഓംപ്രകാശിനൊപ്പം നിതിൻ എന്ന ഒരാളും അവിടെ എത്തുന്നു. അവർ ഈ ഡാനിയുമായി സംസാരിച്ച് തർക്കത്തിലാകുന്നു, ഡാനിയെ മർദ്ദിക്കുന്നു. ആ വിവരം അറിഞ്ഞ് എയർപോർട്ട് ഷാജിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തുകയായിരുന്നു. അവരും ഓംപ്രകാശിന്റെ സംഘവുമായാണ് അവിടെ ഏറ്റുമുട്ടലുണ്ടായത്. ഈ അടി തുടങ്ങുമ്പോൾ തന്നെ ഓംപ്രകാശ് മറ്റൊരു വാഹനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ നിതിനെ ക്രൂരമായി ഷാജന്റെ സംഘങ്ങൾ മർദ്ദിക്കുന്നു. അതിനുശേഷം ഷാജന്റെ വീട്ടിലേക്ക് പോയി ഓംപ്രകാശും കൂട്ടാളികളും ഭീഷണിപ്പെടുത്തിയെന്ന വിവരവുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഫോർട്ട് പോലീസ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ ബാറിൽ നടന്ന അക്രമത്തിലാണ്, തമ്മിലടിയിലാണ്. ഓംപ്രകാശിന്റെയും ഷാജന്റെയും സംഘങ്ങൾ തമ്മിലുള്ള അടിയിലാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ്. കാര്യമായ പരിക്കോ മറ്റോ ആർക്കും ഉണ്ടായിട്ടില്ല. ബാർ ഉടമയുടെ, ഈ നിശാ ക്ലബ്ബ് നടത്തിപ്പുകാരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2 പേരെ ഇന്നലെ രാത്രി മ്യൂസിയം പോലീസ് കസ്റ്റഡി എടുത്തു. വലിയതുറ സ്വദേശി ബ്രിട്ടോ, അതുപോലെ തിരുമല സ്വദേശി അരുൺ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ 2 പേരെയും ഇന്നലെ തന്നെ ഫോർട്ട് പോലീസിന് കൈമാറി. അവർ ഒരുപക്ഷെ അല്പസമയത്ത് ജാമ്യം ലഭിച്ചവർ പുറത്തേക്ക് പോയേക്കാം. ഓംപ്രകാശും സാധനം അടക്കമുള്ളവർക്കെതിരെയും കേസുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 8ന്റെ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് അവിടെ ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും CCTV ദൃശ്യങ്ങൾ, ഈ ബാർ ഹോട്ടലിൽ അടി നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് ഇവരെ പ്രതി ചേർത്ത്
കേസ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഓംപ്രകാശിൻ്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം IFFK വേദിയിലും ഓംപ്രകാശ് മണിക്കൂറുകളോളം ശനിയാഴ്ച വന്നുപോയതായി പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലും ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് നിരന്തരം ഇത്തരത്തിൽ ഗുണ്ടാസംഘങ്ങൾ പരസ്യമായി വിഹരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് കുടപിടിക്കുന്നു, കൂട്ടുനിൽക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ ഗുണ്ടകൾക്ക് മദ്യപിക്കാൻ അവസരം കിട്ടുന്നു. അവിടെയും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ നടപടി വേണമെന്ന നിർദ്ദേശം പോലീസ് ഉന്നതരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് തലസ്ഥാനത്തുള്ളത്. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ പുറത്തു വരുന്നു. ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച കൊടും ക്രൂരത കാട്ടിയൊരു സംഭവത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പയ്യമ്പള്ളിയിലെ മാതനെയാണ് കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടപ്പോഴായിരുന്നു ക്രൂരത. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി OR കേളു വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, അതിക്രൂരമായിട്ടുള്ളൊരു നടപടി, ഒരു യുവാവിനെ കാറിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടലുളവാക്കുന്നതാണ്. ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ ഡാൻ? പ്രാഥമികമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൂടൽകടവ് ചെക്ക് ഡാം കാണുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു 4 സംഘം. ഇവർ ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം മറ്റൊരു സംഘവുമായി അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഇത് കയ്യാങ്കളിയിലേക്ക് പോയതോടെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർക്ക് നേരെ വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം ഈ കാറിലുണ്ടായിരുന്ന 4 സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആദിവാസി കൂടിയായ മാതന് നേരെ ഇങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുകയും വാഹനത്തിൻ്റെ ഡോറിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. സാരമായ പരിക്കാണ് ഈ സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തിന് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് അടിയന്തരമായ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. മാനന്തവാടിയിലുള്ള ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വധശ്രമത്തിന് കേസെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കുറ്റിപ്പുറം സ്വദേശിയായ ഒരാളുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കും. രാവിലെ മന്ത്രി OR കേളുവാണ് വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി എത്തുന്നത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ സംഭവം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശം നൽകിയത്. ഞാൻ ഈ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതികൾ ആരാണ് ഈ രീതിയിലുള്ള ഒരു ക്രൂരത കാട്ടിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ വാഹനത്തിന്റെ ഉടമ കുറ്റിപ്പുറം സ്വദേശിയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനോടകം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ യുവാവിനെ കാറിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിശദമായ അന്വേഷണം നടത്താൻ. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡർ വിനീത് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന ആരോപണം. ആ വാർത്ത വിശദമായി പരിശോധിക്കാം.
ഇടവേളയ്ക്ക് ശേഷം. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടെന്ന് ഹൈക്കോടതി. നിരോധിക്കേണ്ടത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കളികളാണ്. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മതം നിരോധിക്കാറില്ലല്ലോ എന്ന് കോടതി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഹാനികരമായിട്ടുള്ള സമ്പ്രദായങ്ങൾ തടയണമെന്നും ഹൈക്കോടതി. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. സംഭവം 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിന്. ക്രൂരത പയ്യമ്പള്ളി സ്വദേശി മാത്തനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. മാനന്തവാടിയിൽ പട്ടികവർഗക്കാരനായ യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശം. പട്ടികവർഗക്കാരനായ യുവാവിനെതിരെ ആക്രമണത്തെ വളരെ ഗൌരവമായി കാണുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി കർശന ശിക്ഷ നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ ഇതിനകം സ്വീകരിച്ചതായും മന്ത്രി. മണിയാർ പദ്ധതി കരാർ നീട്ടരുതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KCB നിലപാട് അറിയിച്ചതാണ്. വ്യവസായ വകുപ്പ് കരാർ നീട്ടണം എന്നാണ് ആവശ്യപ്പെട്ടത്. കരാർ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്ന് മന്ത്രി. വൈദ്യുതി ചാർജ് ഇനി കൂട്ടേണ്ടി വരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം പൂർത്തിയായി. അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെക്കുറിച്ച് ആലോചനയുള്ളൂ എന്ന് മന്ത്രി. മണിയാർ കാർബറണ്ടം കരാർ കൊള്ളയെന്ന് കെ മുരളീധരൻ. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തീരുമാനമെടുത്തത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നും കെ മുരളീധരൻ. KPCCയിൽ സമ്പൂർണ്ണ പുനഃസംഘടന. സ്പോട്ട് ലൈവ് തുടരുന്നു. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡറുടെ ആത്മഹത്യയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കമാൻഡർ വിനീത് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആരോപണം. മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശവും ക്യാമ്പിൽ എഴുതി നൽകിയ വിശദീകരണക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ പോലും അവധി നൽകിയില്ലെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് ആരോപിച്ചു. അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് കമാൻഡർ വിനീത് അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ, പ്രത്യേകിച്ചും തൊഴിൽ ചൂഷണവും മേലുദ്യോഗസ്ഥരുടെ പല രീതിയിലുള്ള തൊഴിൽ ചൂഷണവും ജോലി സമ്മർദ്ദവും കാരണം നിരവധി പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇതുപോലെ സ്വയം വെടിയുതിർത്ത് ജീവനെടുക്കുന്ന സംഭവം അതിദാരുണമാണ്. ഈ വിനീത് എന്ന ഈ കമാൻഡർ ജീവനെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസ് ഉന്നതർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അനുമോദ്? ടോം, വിനീതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ലഭ്യമായിട്ടില്ല. കാരണം അവർ ഈ ഒരു ദുരന്തവുമായി ഇപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതുവരേക്കും പ്രതികരിക്കാൻ, മാധ്യമങ്ങൾക്ക് മുമ്പ് പരസ്യമായി പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ ഒരു
വികാരം കൂടിയാണ് ടി സിദ്ദീഖ് MLA നേരത്തെ പങ്കുവച്ചത്. ഇതിൽ നമ്മൾ അരീക്കോട് ഇന്ന് ടി സിദ്ദീഖ് MLAയോട് സംസാരിച്ചിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിനീതിൻ്റെ സഹപ്രവർത്തകരായിരുന്നവരോട് സംസാരിച്ചിരുന്നു. അവരുടെ എല്ലാം സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ വിനീത് അനുഭവിച്ച മാനസിക സംഘർഷം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 14 വർഷമായിട്ട് വിനീത് ഈ ഒരു ബറ്റാലിയൻ്റെ ഭാഗമാണ്. അതിൽ തണ്ടർ ബോൾട്ടിൻ്റെയും സേവനത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടെ അദ്ദേഹം ഒരിക്കൽ പോലും ഒരു അച്ചടക്ക നടപടിക്കോ അതേപോലെ ജോലിക്കിടയിൽ എന്തെങ്കിലും കൃത്യലോപം കാണിച്ചതിൻ്റെയോ അത്തരത്തിലുള്ള നടപടിക്ക് വിധേയനായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ മാസമാണ് വിനീത് അരീക്കോട് ക്യാമ്പിൽ പ്രത്യേക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയത്. 1 മാസമാണ് പരിശീലന കാലാവധി. ആ പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിന് കടുത്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഇക്കാലയളവിലൊന്നും അദ്ദേഹത്തിന് ഭാര്യയെ കാണുവാനോ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഉള്ള അവധിയോ മറ്റ് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല. അതുപോലെ തന്നെ പരിശീലന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ട പരിശീലനം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് 5 കിലോമീറ്റർ ദൂരം 25 മിനിറ്റ് കൊണ്ട് പിന്നിടണം. അതും കുത്തനെയുള്ള കയറ്റമാണ്. ഒരു തോക്കും കയ്യിലേന്തിയാണ് അത് പിന്നിടേണ്ടത്. പക്ഷേ ആ ഓട്ടത്തിനിടെ അദ്ദേഹത്തിന് ട്രാക്ക് മാറി എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടതായിട്ട് റിപ്പോർട്ട് നൽകിയത്. അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു. അപ്പോൾ അത്രയും കഠിനമായ പരിശീലനം അദ്ദേഹത്തിന് പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം വിനീത് തന്നെ എഴുതിയ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് ഇടയ്ക്കൊരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അപ്പോൾ ശസ്ത്രക്രിയ ഉണ്ടാക്കിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭാര്യയെ കാണാനും ഈ ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാനും ഒന്നും കഴിയാത്തതിൻ്റെ മാനസിക സമ്മർദ്ദം, ഈ പരിശീലനത്തിൽ പരാജയപ്പെട്ടാൽ അവർക്ക് ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരും, പിന്നെ ശിക്ഷാ നടപടികൾ പോലെ ഒരുപാട് കഠിനമായ നടപടികൾ നേരിടേണ്ടി വരും, ഇതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം, ഇങ്ങനെ പലവിധ സമ്മർദ്ദങ്ങൾ കാരണമാണ് അദ്ദേഹം ട്രാക്ക് മാറി ഓടിയത് എന്ന് വിശദീകരണം എഴുതി കൊടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ അവിടെ നേരിട്ടിരുന്ന കഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൻ്റെ ഓരോ കാരണങ്ങളാണ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. എന്താണെങ്കിലും ഈ ടി സിദ്ദിഖ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 25 വയസ്സുള്ള ഒരാൾക്കും 36 വയസ്സുള്ള ഒരാൾക്കും ഒരേപോലെയുള്ള ശാരീരിക പരിശീലന അല്ലെങ്കിൽ പരീക്ഷകൾ അത് നടത്തുന്നത് തന്നെ അപ്രായോഗികമാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. മാനസികമായിട്ട് അവർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട്. അതൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ഇത്തരം നടപടികളാണ് ഇവരുടെയൊക്കെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതും പലപ്പോഴും ആത്മഹത്യയുടെ വക്കിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വിനീത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. രാത്രി 9 മണിയോടെയാണ്. സഹപ്രവർത്തകൻ്റെ AK-47 എടുത്ത് ബാത്റൂമിൽ പോയി താടിക്ക് വെച്ച് അദ്ദേഹം നിറയൊഴിക്കുകയായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം സുഹൃത്തിനയച്ച മെസ്സേജ് 8:59 വാട്സപ്പ് വഴി അയച്ചിരിക്കുന്നത്. അതിൽ സുഹൃത്തുക്കളുടെ പേര് പറയുന്നുണ്ട്, ക്യാമറാമാനായ അജിത് കുമാറിൻ്റെ പേര് പറയുന്നുണ്ട്. ഒപ്പം ഈ ഓട്ടം ഇങ്ങനെയല്ല, അതിന് കുറേ കൂടി സമയം അനുവദിക്കണം, അതിൻ്റെ പേരിലാണ് താൻ ജീവൻ എടുക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ, കടുത്ത മാനസിക സമ്മർദ്ദം, ജോലി ചെയ്യുന്നവരെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള മേലധികാരിയുടെ പെരുമാറ്റം, ഇതെല്ലാം ഈ വിനീത് എന്ന ഉദ്യോഗസ്ഥൻ്റെ ജീവനെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് തന്നെ അവരുടെ നിലവിലുള്ള നടപടികളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, എത്രത്തോളം സൗഹൃദപരമായ രീതിയിലൊരു സംവിധാനം, അന്തരീക്ഷം ഒരുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരള പോലീസിൽ 75-ലധികം പോലീസുകാർ, ഉദ്യോഗസ്ഥരടക്കം 75ഓളം പേർ ജീവനൊടുക്കിയ സംഭവം നമ്മൾ വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് വിനീത്. അതായത് അവിടെയും ജോലി സമ്മർദ്ദം, തൻ്റെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക,
അവധി പോലും കിട്ടാത്ത സാഹചര്യം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ തൊഴിൽ സമയത്തിൽ അത് 8.5 മണിക്കൂറൊന്നുമല്ല, വലിയ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതുണ്ട്. അത് പോലീസ് സ്റ്റേഷനുകളുടെ സമ്മർദ്ദം പറയും, കാരണം ആളില്ലാത്ത പ്രശ്നം അടക്കം പല വിഷയങ്ങളും നേരിടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് പതിവായി ഇതിനു മുൻപ് സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇവിടെ നിന്നും? ഈ ഒരു പോലീസുകാരിൽ നിന്നും ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ വ്യത്യസ്തരാണ്. കാരണം പോലീസുകാർക്കുള്ളതുപോലെ അസോസിയേഷൻ ബലമോ അത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടനാ ബലമോ ഒന്നും ഈ റിസർവ് ബറ്റാലിയൻ കമാൻഡർമാർക്കില്ല. അവർ നിയമപ്രകാരം 10 വർഷം ഈ ഒരു ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചാൽ പിന്നെ 1.5 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി അവരെ പോലീസിലെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. 14 വർഷം ഈ വിനീത് തന്നെ IRBയുടെ ഭാഗമായിട്ട് സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത്തരത്തിൽ പോലീസിൻ്റെ സേവനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് IRBയുടെ സേവനങ്ങൾ. അവർ റിസർവ് ബറ്റാലിയനാണ്. തണ്ടർബോൾട്ട് അടക്കമുള്ളവർ, അതായത് കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് IRB. അപ്പോൾ അവർക്കുള്ള പ്രത്യേക പരിശീലനമാണ് അരീക്കോടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ ഉള്ളത്. MSV ക്യാമ്പാണത്. പക്ഷേ SOGയുടെ ആസ്ഥാനമായിട്ടാണ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ മുൻപും ഇതുപോലെ പലരും പരാതി ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പരിശീലനത്തിലുള്ളവർ അവിടെ നിന്നും രക്ഷപ്പെട്ട, അതായത് ഒളിച്ചുപോയ ഒരു സംഭവം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അവിടുത്തെ സമ്മർദ്ദം താങ്ങാതെ ഒരു പോലീസുകാരൻ അവിടെ നിന്നും ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ആരോടും പറയാതെ ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് കണ്ടെത്തിയത്. അതുപോലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ പരാതിപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച്. അത്തരത്തിൽ ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് മുൻപ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് അത്ര നല്ല രീതിയിലല്ലാത്ത പരാതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുവെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പോലീസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലീസുകാരിൽ നിന്നും വ്യത്യസ്തരാണ് IRB. അവരെക്കാൾ ശാരീരികമായും മാനസികമായിട്ടും കഠിനമായ തലങ്ങളിൽ, ടെറൈനുകളിൽ സേവനം അനുഷ്ഠിക്കേണ്ടവരാണ് ഇവർ. തീർച്ചയായും, കാരണം അവർ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഠിനമായിട്ടുള്ള പരിശീലനമുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കുമോ അനുമോദ് ഇവരെ സംബന്ധിച്ച് ഈ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നത്? കാരണം അത്രയും ശാരീരിക ക്ഷമതയുള്ളവർ, മാനസികമായ കരുത്തുള്ളവർക്ക് മാത്രമേ ഇതുപോലെ കഠിനമായ സാഹചര്യങ്ങളിൽ വനമേഖലകളടക്കം ഒരുപക്ഷെ അവർ പ്രവർത്തിക്കണം, മറ്റ് തീവ്രവാദ സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. അത്തരം പരിശോധനകളും അന്വേഷണവും ഒക്കെ ഈ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആയിരിക്കുമോ ഈ ഇവരുടെ ജോലിയുടെ സമ്മർദ്ദം, ജോലി ഭാരമൊക്കെ കൂട്ടുന്നത്? തീർച്ചയായും അത് സാധാരണ പോലീസിൻ്റെ പോലത്തെ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമോ ഒരു സ്റ്റേഷനിൽ നിത്യ ചുമതലകളോ അല്ല IRB-കാർക്ക് നിർവഹിക്കേണ്ടത്. അതിൽ തണ്ടർബോൾട്ടിൻ്റെ ചുമതല വരും, തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പ്രത്യേക ചുമതലകൾ വരും. ഇപ്പോൾ ശബരിമലയിൽ വരെ അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് സാധാരണ പോലീസുകാർ സേവനം ചെയ്യാത്ത കഠിനമായ മേഖലകളിൽ, കഠിനമായ സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ സേനാംഗങ്ങൾ. അപ്പോൾ അവരുടെ പരിശീലനവും അവരുടെ പരിശീലന മുറകളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. അത് കുറേ കൂടി കടുപ്പമേറിയതുമാണ്. അതൊക്കെ തന്നെ ഇവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 10 വർഷം സേവനം കഴിഞ്ഞാൽ ഇവരെ പോലീസിലേക്ക് എടുക്കും എന്നുള്ളൊരു നിർദ്ദേശം വന്നത്. പക്ഷേ അത് പ്രായോഗികമായി നടപ്പാക്കിയില്ല. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അവരുടെ നല്ല പ്രായമൊക്കെ, യുവത്വത്തിലെ ഏറ്റവും നല്ല സമയവുമൊക്കെ ഇത്രയും കഠിനമായ ജോലികൾ ചെയ്തും വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയും മുന്നോട്ട് പോയവരാണ്. ഒരു 35-ന് മുകളിലാവുമ്പോൾ, 40-നോട് അടുക്കുമ്പോൾ അവർക്ക് മുൻപ് നേരിട്ട അതേ സാഹചര്യത്തിൽ അതേ പ്രതിസന്ധികൾ വരുമ്പോൾ അതേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം അവർക്ക് ശാരീരികമായുണ്ടായ മാറ്റങ്ങൾ, അവർക്കുണ്ടായ ഉത്തരവാദിത്തങ്ങൾ, അവർക്കുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെ പലതും മാറും. ഒരു 22 വയസ്സിൽ ജോലി ചെയ്യുന്ന അതേ മാനസികാവസ്ഥയുടെ ഒരു 36 വയസ്സിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരു മേഖലയിലുള്ള ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ IRB-കാർക്ക് അങ്ങനെയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു പറയുന്നൊരു കാര്യം. അങ്ങനെ എല്ലാവരെയും ഒരേ നുഖത്തിൽ ഒരേപോലെ എല്ലാ കാലത്തും കെട്ടാൻ കഴിയില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ മാറ്റം വരേണ്ടതായിട്ടുള്ളത്. ഓരോരുത്തരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ, പരിഗണനകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ
ഒരു മാനുഷിക സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് നേരത്തെ ഈ മേഖലയിലുള്ളവർ പരിശീലനമുണ്ട്. പരിശീലന കാലയളവില് ഇവരുടെ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും, അത്തരം ഒരു പരിശീലനങ്ങളൊന്നും ഇവർക്ക് ലഭ്യമാകാറില്ലേ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിന്റെ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസിലാണെങ്കിൽ യോഗയുണ്ട്, മറ്റ് വ്യായാമങ്ങളുണ്ട്, ഇതുപോലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള പുതിയ പദ്ധതികളൊക്കെ അവിടെ ആവിഷ്കരിച്ചിരുന്നു. ഈ ബറ്റാലിയനിൽ എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ പരിശീലനം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഇവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും ഉണ്ടാകാറില്ലേ അനുമോദ്? ഇതിൽ യോഗ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശാരീരിക വ്യായാമങ്ങൾ കൊണ്ടോ കൂട്ടായ്മകൾ കൊണ്ടോ മാത്രം ഇവരുടെ സമ്മർദ്ദം കുറയില്ല. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വിനീത് തന്നെ നേരിട്ടൊരു പ്രതിസന്ധി, അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റായിരുന്നു 5 കിലോമീറ്റർ 25 മിനിറ്റിൽ 5 കിലോയിലധികം ഭാരമുള്ള തോക്കും വഹിച്ച് കുത്തനെ കയറി പോവുക എന്നുള്ളത്, അത്രയും വേഗത്തിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. അതങ്ങനെ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ, ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ അയാളെ കാത്തിരിക്കുന്നത് അയാളെ ശമ്പളത്തിൽ 25,000 രൂപയോളം കുറവാണ്. അങ്ങനെയൊക്കെ വലിയ ഒരു ആശങ്ക ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുമ്പോൾ അവർക്ക് യോഗ കൊണ്ടോ വ്യായാമം കൊണ്ടോ ഒത്തുചേർന്ന് അല്പം സമയം ഒരുമിച്ചിരുന്നത് കൊണ്ടോ ഒന്നും ആ സമ്മർദ്ദം കുറയുകയില്ല. സ്വാഭാവികമായിട്ടും അവരോട് മാനുഷികമായുള്ള പരിഗണന വെച്ച് ഈ പറയുന്ന രീതിയിലുള്ള ചട്ടങ്ങളും സംവിധാനങ്ങളും ഒക്കെ അത്തരത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ടൊരു മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. പോലീസുകാർക്ക് യോഗ ചെയ്തും അല്പസമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതുകൊണ്ടും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ വെല്ലുവിളികളാണ് അവർക്ക് ഈ പരിശീലന സമയത്ത് ഓരോ ടെസ്റ്റിലും പരാജയപ്പെട്ടാൽ, ഓരോ ഘട്ടത്തിലും പരാജയപ്പെട്ടാൽ കാത്തിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന മാറ്റം, മാസം നമുക്കൊക്കെ ലഭിക്കുന്ന ശമ്പളത്തിൽ 1000 രൂപ കുറഞ്ഞാൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല സാധാരണ ശമ്പളക്കാർക്കൊക്കെ. അപ്പോൾ ഒരു പരിശീലനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് 25,000 രൂപയോളം കുറവ് വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊന്നും അതിജീവിക്കാൻ എളുപ്പമല്ല. അത് വലിയ മാനസിക സമ്മർദ്ദം തന്നെയായിരിക്കും അതൊക്കെ നൽകുക. അപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ കൂടി കേട്ട് മനസ്സിലാക്കി കുറെ കൂടി മാനുഷികമായ സമീപനം സ്വീകരിക്കലാണ് ഇതിൽ വേണ്ടത് എന്നാണ് നമുക്ക് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ടോം, തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ്, വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ രീതിയിലുള്ള ആത്മഹത്യക്ക് കാരണം ജോലി സമ്മർദ്ദം മാത്രമാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? എന്തായാലും ഇത് രാഷ്ട്രീയപരമായും ഒരു വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. എറണാകുളം പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. ആക്രമണത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. പറവൂർ കെടാമംഗലം സ്വദേശിയായ ഹനീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം കാട്ടിയത്. വീട്ടിലേക്ക് പ്രതി കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലെറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമാതിരിയുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, അബ്കാരി കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് ഈ അക്രമം കാട്ടിയ രാകേഷ്. ഈ രീതിയിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെ ആക്രമണം നടത്താനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും കേസിൽ പ്രതി ചേർത്തതാണോ ഈ പ്രകോപനത്തിന് കാരണമായത് ഡാനി? ടോം, ഈ അടുത്തിടെയാണ് ഇയാൾ ഒരു കേസിൽ പ്രതിയാവുന്നത്. കാരണം അനധികൃത ഈ മദ്യവിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. അതായത് ഈ ഹനീഷിന്റെ അടുത്ത വീട്ടിലൊരാൾ കൂടിയാണ് രാകേഷ് എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ കേസിൽ അയാൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം എല്ലാം തന്നെ ഉണ്ട്. ഇതിലുള്ളൊരു വൈരാഗ്യമാണ് ഈ രീതിയിലേക്കുള്ളൊരു അക്രമ സംഭവത്തിലേക്കെല്ലാം തന്നെ കൊണ്ടുചെന്നെത്തിച്ചതെന്നാണ് ഹനീഷ പറയുന്നത്. ഇന്നലെ ഞായറാഴ്ച, അതായത് ഇന്നലെ പകൽ തുടങ്ങിയ ഒരു ആക്രമണം അത് പുലർച്ചെ വരെ നീണ്ടു നിന്നു. പല ഘട്ടങ്ങളിലായി
3:30 ഇയാൾ ആദ്യം ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വലിയ ബഹളമുണ്ടാക്കുന്നു. വീട്ടിൽ ഹനീഷിന്റെ ഭാര്യയും മകനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നേരെ തട്ടിക്കയറുകയും ബഹളമുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അതിനുശേഷം പോലീസിൽ ഈ വിവരം അറിയിക്കുന്നുണ്ട്. പിന്നീട് പോലീസ് എത്തുന്നു. അതിനുശേഷം ഇയാൾ അതിനു മുൻപ് പോലീസ് എത്തുന്നതിന് മുൻപ് ഇയാൾ തിരിച്ചു പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും അതിക്രമം തുടരുകയാണ്. ഹനീഷ് തന്നെ പറയുന്നുണ്ട്, പുലർച്ചെ 3:30 വരെയും ഈ രീതിയിൽ പല ഘട്ടങ്ങളിലായി വീട്ടിലേക്ക് കല്ലെറിയുന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ പോർച്ചിൽ കിടന്ന കാർ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അതിക്രമത്തിൽ ഭാര്യയ്ക്ക് പരിക്കേൽക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. ആ വീടിനകത്തേക്ക് കുപ്പി വലിച്ചെറിയുന്നു. അങ്ങനെ തീർത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇതിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ചെല്ലുന്നു. ഇതിലെ നിമിത്തമാകുന്നത് അബ്കാരി നിയമപ്രകാരം ഒരാളുടെ കേസിൽ പെടുന്നു, അയാൾക്ക് നടപടിയെടുക്കുന്നത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറാണ് ഹനീഷ്. അയാളുടെ നിയമപരമായ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് പ്രകാരം നിയമ നടപടിയെടുത്തതിൽ പ്രകോപിതനായാണ് ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പോലീസ് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നടപടികളിലേക്ക് തിരിഞ്ഞു. രാകേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് അറസ്റ്റ് രേഖാമൂലം രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറവൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീടിന് അകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന രീതിയിലടക്കം കാര്യങ്ങൾ മാറുന്നു. ആ വീട്ടിൽ സ്ത്രീകൾ ഉള്ള സമയത്ത്, സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സമയത്തേക്ക് അവരെ അതിക്രമിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം വളരെ ഭീതിയോടുകൂടിയാണ് ഇവർ ഓർത്തെടുക്കുന്നത്. കാരണം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവർ ഈ രീതിയിലേക്ക് അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നതാണ്. വീടിനകത്ത് ഇരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനൽച്ചില്ലുകളടക്കം എറിഞ്ഞ് ഉടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണോ ഇതിൽ ഡാനി? ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ പോലും ആക്രമിക്കുന്നു, അതായത് സ്ത്രീകളെ പോലും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഈ അക്രമം മാത്രമല്ലല്ലോ, സ്ത്രീകളെ ആക്രമിച്ചടക്കമുള്ള സംഭവങ്ങളില്ലേ, പരാതികളില്ലേ? ഇങ്ങനെ പതിവായി ഇയാൾക്കെതിരെ, ഈ രാകേഷിനെതിരെ ഇങ്ങനെ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇതിൽ പോലീസ് പറയുന്നത് ഇയാൾ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യങ്ങളിൽ പെടുന്ന ഒരാൾ തന്നെയാണെന്നാണ്. നേരത്തെയും ഈ മദ്യവിൽപ്പന, അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അയാളെ പലതും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് കൂടുതൽ പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഇയാളുടെ മറ്റ് സൗഹൃദങ്ങൾ എന്താണ്, കൂട്ടുകെട്ടുകൾ എന്താണ്, അത് മാത്രവുമല്ല ഇയാൾക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഹനീഷ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇയാൾ രാകേഷിനെ മാത്രമാണ് കസ്റ്റഡി എടുത്തുള്ളൂ. കാരണം ഒറ്റയ്ക്ക് വീണ്ടും വന്ന് മദ്യപിച്ചെത്തുകയും വീണ്ടും വന്ന് ഈ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നത് ആരുടെയെങ്കിലും പ്രേരണയാലോ അതോ മറ്റാരെങ്കിലും സഹായം കൂടിയോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ വീട് കയറിയുള്ള ഒരു അതിക്രമം അത് വളരെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതും ഒരാൾ നിയമപരമായി ചുമതലയുള്ള ഒരാൾ എടുത്തൊരു നടപടിയിൽ പ്രകോപിതനായിട്ടാണ് ഈ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് ഒരാൾ നീങ്ങുന്നത്. അതും ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ വീട് കയറി അതിക്രമം നടത്തുക, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഗുരുതരമായ സ്വഭാവത്തിലേക്ക് തന്നെ കേസ് മാറുകയാണ്. പ്രത്യേകിച്ച് അബ്കാരി നിയമപ്രകാരം അറസ്റ്റിനും നടപടിയും എടുത്ത ഒരാളാണ് ഈ രീതിയിലേക്ക് പുറത്തു വന്ന് ഈ രീതിയിലേക്ക് അതിക്രമം നടത്തിയതെന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർശനമായ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് പത്തനംതിട്ട റാന്നിയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസാണ്. ഇന്നലെ രാത്രിയിലാണ് റാന്നിയിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ആക്രമണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ 3 പ്രതികളെയും എറണാകുളത്ത് നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നു. റാന്നി സ്വദേശി അമ്പാടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ആദ്യം അപകടമെന്ന് കരുതിയെങ്കിലും വിശദമായ പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, കഴിഞ്ഞ രാത്രിയിലുണ്ടായ നടുക്കമുളവാക്കുന്ന സംഭവം, ഒരു പാർക്കിങ്ങിനിടെ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നു. ആദ്യം സ്വാഭാവിക അപകട മരണമെന്ന് കരുതി. ഇതെങ്ങനെയാണ് കൊലപാതകമാണ്, ആസൂത്രിത ഒരു ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഉണ്ടായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്?
ടോം, ഇന്നലെ രാത്രിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. റാന്നി ബിവറേജ് കോർപ്പറേഷന്റെ മുൻവശത്തെ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടാകുന്നത്. ആ തർക്കവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കാറിടിച്ച് ഈ യുവാവിനെ കൊലപ്പെടുന്ന രീതിയിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട റാന്നി സ്വദേശിയായ അമ്പാടി വാഹനം ഇടിച്ച് മരിച്ചു എന്നുള്ള വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു അപകട മരണം എന്ന നിലയ്ക്ക് തന്നെയാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ മൃതദേഹത്തിന്റെ പരിശോധന പോലീസ് എത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇതിന് കൃത്യമായ ഒരു ഈ കൊലപാതകമാണ് എന്നതിലേക്ക് പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് കൊലപാതകമാണെന്ന് മനസ്സിലായത്. എന്തായാലും റാന്നി ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇന്നലത്തെ രാത്രി ദിവസം ബിവറേജസിന്റെ മുന്നിൽ വെച്ച് ഇവർ രണ്ടുപേരും 2 കാറുകളിലാണ് ചെയ്തത്. പ്രതികളും അമ്പാടിയും അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് ശേഷം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാവുന്നു. തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അവിടെ നിന്ന് പിരിയുന്നത്. അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് ആദ്യം മന്ദമരുതിയിൽ വെച്ച് അമ്പാടി കാറ് നിർത്തി പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ പിന്നാലെ വന്ന് കാറ് കൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയിട്ട് പോയത്. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു സംഭവം ആക്സിഡന്റ് ആയി മാത്രമാണ് ആദ്യം ലഭിച്ചിരുന്നത്. അത് വിശദമായ പരിശോധനയിൽ മൃതദേഹത്തിലുള്ള മുറിവുകളെ ഒക്കെ പരിഗണിച്ചാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് പ്രതികളെ ഇപ്പോൾ പിടികൂട്ടിയിട്ടുള്ളത്. ഈ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കാർ നിർത്താതെ തന്നെ ഈ മൂവർ സംഘം ഇവിടെ നിന്നും കാറ് മുന്നോട്ട് പോയ കാർ ഉപേക്ഷിച്ചതിന് ശേഷമാണ് 3 പേരും രക്ഷപ്പെട്ടു പോകുന്നത്. ഇന്ന് എറണാകുളത്തേക്ക് പോയി എന്നുള്ള വിവരം ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഷാഡോ പോലീസാണ് പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ള. വൈകിട്ടോടുകൂടി പ്രതികളെ റാന്നിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനു മുമ്പ് ഇത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നോ ഈ പ്രതികൾക്കുണ്ടായിരുന്നത്? ഇതിനു മുൻപ് ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ളവരാണ്? കാരണം ഇങ്ങനെ ഒരു ക്രൂരത കാട്ടണമെങ്കിൽ സാധാരണ ഒരു മാനസിക നിലയിലുള്ളവർക്ക് സാധിക്കുമോ? തീർച്ചയായും അതാണ് മൊത്തം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. കാരണം ഇതിനൊരു സാധാരണ ഒരു വാക്കുതർക്കത്തിന് പറ്റി ഒരാളെ കാറിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള കാര്യം പോലീസ് അത്ര തന്നെ വിശ്വാസത്തിലെടുക്കുന്നില്ല. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. ഇവർ തമ്മിൽ ഈ റാന്നിയിലെ തർക്കത്തിന് മുമ്പും ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ വൈരാഗ്യമാണോ ഇതിന്റെ ഭാഗം എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമേ അത്തരം കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. സാധാരണ ഒരു തർക്കത്തിന്റെ പേരിൽ ഒരു കാർ ഇടിച്ച് കൊലപ്പെടുത്തുക എന്ന ഒരു കാര്യത്തിലേക്ക് പ്രതികൾ എത്താൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള മുന്നേയുള്ള സമയങ്ങളിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകളോ അതുപോലെ വൈരാഗ്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരമൊരു കാര്യത്തിലേക്ക് എത്തുക. എന്തായാലും അത്തരം സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരു വാക്കുതർക്കത്തിന്റെ പേരിൽ ഒരാളെ കാറടിച്ച് കൊല്ലാൻ ഉള്ള സാധ്യതയില്ലെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും പ്രതികൾ 3 പേരും ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ടു. കാരണം ഇടിച്ചിട്ടതിന് ശേഷം വണ്ടി വേഗത്തോടെ കയറ്റിയാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോയ ഉടൻ തന്നെ പോലീസ് കൃത്യമായി അവരെ അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നു. എന്തായാലും കസ്റ്റഡിയിലായിരിക്കുന്നവർ റാന്നിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഇത്തരം ചോദ്യം ചെയ്യൽ, വിശദമായ ഒരു അന്വേഷണം, ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. എന്തായാലും ഈ അമ്പാടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാം ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അപകട മരണമായി തള്ളിക്കളയാൻ ഇരുന്ന ഒരു സാഹചര്യമാണ്. അമ്പാടി മരിച്ചെങ്കിൽ ആ വിഷമമുണ്ടെങ്കിലും അതൊരു അപകട മരണമാണ്. കാറ് തട്ടി ഒരു യുവാവ് മരിച്ചു എന്നുള്ളൊരു അറിവാണ് ആദ്യം ഉണ്ടായത്. പിന്നീടാണ് ചേത്തക്കൽ സ്വദേശിയായ അമ്പാടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്കും ഒക്കെ അറിയുന്നത്. അതിനുശേഷം സ്വാഭാവിക ഒരു അപകട മരണം എന്ന രീതിയിലേക്ക് കരുതിയിരിക്കുമ്പോഴാണ് ഈ അമ്പാടിയുടെ ശരീരത്തെ മുറിവുകൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സ്വാഭാവികമായി ഇത് കരുതിക്കൂട്ടി ആരോ അപായപ്പെടുത്തി കൊലപ്പെടുത്തിയാണെന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് പോലീസും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയി. അങ്ങനെ വിശദമായ ഒരു പരിശോധനയിലാണ് ഈ ബിവറേജിന്റെ മുൻവശത്ത് വെച്ച് പരസ്പരം വഴക്കുണ്ടായ വിവരങ്ങൾ അറിയുകയും അതിനുശേഷം 2 പ്രാവശ്യം വീണ്ടും ഇവർ തമ്മിൽ തർക്കമുണ്ടാകുകയും വാക്കേറ്റം ഉണ്ടാകുകയും ഉന്തും തള്ളും ഉണ്ടായതൊക്കെയായി അറിയുന്നു. പിന്നീട് അതിനുള്ള തുടരന്വേഷണമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യം കൃത്യമായി കാറിടിച്ച് അമ്പാടിയെ കൊലപ്പെടുത്തുകയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതോടെ തന്നെ ഈ 3 പ്രതികളും സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ എസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന് കൃത്യമായ ഒരു സ്ക്വാഡ് രൂപീകരിച്ചാണ് ഇപ്പോൾ പ്രതികളെ എറണാകുളത്ത് നിന്നും പിടികൂടിയിട്ടുള്ളത്. റാന്നിയിൽ എത്തിച്ചതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. പരസ്പരമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നിന്നും ഇനി നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികളെ വൈകിട്ടോടുകൂടി എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം.
യെസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം വാഴക്കാലയിൽ 2 ആഴ്ച മുൻപ് ഗൃഹനാഥനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഈ വാഴക്കാല സ്വദേശി സലീമിനെ കഴിഞ്ഞ ദിവസമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് സ്വാഭാവികമായൊരു മരണമെന്നായിരുന്നു ആദ്യം പോലീസ് കരുതിയത്. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വീട്ടുജോലിക്കാരിയും ഭർത്താവും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ കൗശൽ കുമാർ, ഭാര്യ അസ്മിത കുമാരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സലീമിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ് അസ്മിത. കൗശൽ കുമാറും ഈ വീട്ടിൽ മറ്റു പല ജോലികൾക്കുമായി പതിവായി എത്താറുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് നടപ്പാക്കിയ ആസൂത്രിതമായ കൊലപാതകമാണിതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, 2 ആഴ്ച മുൻപ് നടന്ന സംഭവമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇവരെക്കുറിച്ച്, ഈ വീട്ടുജോലിക്കാരെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നോ? ടോം, ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരു സംശയത്തിലേക്ക് വന്നിരുന്നില്ല. പക്ഷെ പോലീസ് വിശദമായ ഒരു അന്വേഷണം, അതായത് ഇങ്ങനെ ഒരാൾ അടുത്ത വീടുകളിലുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരം പോലീസിന് കൈമാറുന്നത്. ഈ കൊല ചെയ്യപ്പെട്ട സലീമിന്, അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. 2 പേർ വിദേശത്താണ്, ഒരാൾ കോയമ്പത്തൂരും. ഈ വിദേശത്തുള്ള മക്കളുടെ ഒപ്പമാണ് സലീമിന്റെ ഭാര്യയുമുള്ളത്. അപ്പോൾ കോയമ്പത്തൂരുള്ള മകൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് തൊട്ടടുത്ത വീടുകളിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിക്കാനായിട്ട് പറഞ്ഞത്. തുടർന്നാണ് അവർ നടത്തിയ പരിശോധനയിൽ സലീം കട്ടിലിൽ നിന്ന് വീണ് താഴെ കിടക്കുന്ന രീതിയിലേക്ക് മുറിയിൽ കാണാനായിട്ട് സാധിച്ചത്. പോലീസ് എത്തി പരിശോധന നടത്തുന്നു. തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് മകൾ ഇവിടെ വന്നതിന് ശേഷമാണ് മറ്റു നടപടികളിലേക്കെല്ലാം തന്നെ പോലീസ് തിരിയുന്നത്, മറ്റു പരിശോധനകളിലേക്കെല്ലാം തിരിയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവികതയടക്കം അതിൽ ആദ്യം തോന്നിയിരുന്നില്ല. പിന്നീട് ഈ മകൾ വീട്ടിലെത്തുകയും വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ പോലീസ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ചില രീതിയിൽ ഒരു മറ്റ് അവിടെ മൽപ്പിടുത്തം നടന്നു വന്നും മറ്റടയാളങ്ങളോ ആ രീതിയിലുള്ള ദേഹത്ത് മറ്റ് പരിക്കേറ്റതോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു പരിശോധന നടത്താൻ പോലീസ് നിർദ്ദേശിക്കുകയും അവരുടെ പരിശോധനയിൽ ശരീരത്തിലുണ്ടായിരുന്ന 2 സ്വർണ്ണ മോതിരങ്ങൾ അത് നഷ്ടപ്പെട്ടതായി കണ്ടത്. പിന്നീട് ഇദ്ദേഹം ഒരു ആക്രി വ്യാപാരിയായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ഈ ചെമ്പ് ഭാഗങ്ങളുണ്ട്, ഇതെല്ലാം അദ്ദേഹം അത് ഉരുക്കി സൂക്ഷിച്ച് കട്ടികളായി സൂക്ഷിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ, ചില ഇതുപോലെ ചെമ്പ് നാണയങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരം ഈ വിവരം കൂടി പോലീസിന് കൈമാറിയപ്പോഴാണ് പോലീസ് വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതും. തുടർന്ന് അടുത്തവും വീട്ടിലുള്ളതുമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വീട്ടിൽ വന്നു പോയിരുന്ന അസ്മിത കുമാരി അവിടെ ജോലിക്ക് വേണ്ടി എത്തുമായിരുന്നു. ഇയാളുടെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്നു പോയിരുന്നതും അവർക്കൊപ്പം തന്നെ കൗശൽ കുമാർ, ഇയാൾ ഭർത്താവിനൊപ്പം 28-ന് രാത്രി ഇവിടെ നിന്ന് വരികയും പിന്നീട് അവരെ മടങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചത്. പക്ഷേ ഇവരെ അന്വേഷിച്ചപ്പോൾ അവർ ലഭ്യമായിരുന്നില്ല. അവർ ബീഹാറിലേക്ക് പോയെന്നാണ് ഇവരുടെ സുഹൃത്ത് പറഞ്ഞത്. പോലീസിന് അതിൽ ചില സംശയങ്ങൾ തോന്നുകയും ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ സലീമിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിലുള്ളൊരു അപായപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഇവർ പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അസ്മിതകുമാരി നേരിട്ട് ഇയാളുടെ ഒരു സ്ഥാപനത്തിൽ, സലീമിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഈ വേതനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി തങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ സലീം പെട്ടെന്ന് പ്രകോപിതനാകുന്നു. കൗശൽ കുമാർ അദ്ദേഹത്തെ തള്ളുന്നു. താഴേക്ക് വീണ സലീം പിന്നീട് എഴുന്നേറ്റിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ അപ്പോൾ പിന്നീട് നോക്കിയപ്പോൾ ശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാണുന്നു. അങ്ങനെ തങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് കടന്നു കളഞ്ഞു എന്ന് പറയുന്നു. ആ കടന്നു കളഞ്ഞതിനിടയിൽ ഈ മോതിരവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും ഈ മറ്റു സാധനങ്ങളും അവരെടുത്തതായി അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതേപടി പോലീസ് സ്വീകരിക്കുന്നില്ല. കാരണം അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത് നടപ്പാക്കിയതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. അതിന് ആന്തരിക അവയവങ്ങളുടെ വിശദമായ ഒരു പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. നിലവിൽ മറ്റ് ബലപ്രയോഗം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചതിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നും പ്രാഥമികമായോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പരിശോധന ആവശ്യമുണ്ട്. പോലീസ് ആന്തരിക അവയവങ്ങളുടെ പരിശോധന സംബന്ധിയായ കാര്യങ്ങൾ കൂടി അവർ ഫലം കാത്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില തർക്കം
ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതികൾ പറയുന്നുണ്ട്. പോലീസ് അത് സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്നും 8 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ഈ സലീമിൻ്റെ മക്കൾ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സാധനങ്ങളും പണവും തട്ടിയെടുക്കാൻ, സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ, സ്വർണവും മറ്റുമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊലപാതകമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ടോ? പോലീസ് ആ ഒരു തലത്തിലും അന്വേഷിക്കുന്നുണ്ടോ? പോലീസിന്റെ നിഗമനവും അതുതന്നെയാണ് ടോം. കാരണം ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇത്രയധികം വസ്തുക്കൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ പോലീസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചെമ്പ് ഉരുക്കി അത് കട്ടികളായിട്ട് അവിടെ വെക്കുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിലുമല്ല. മാത്രമല്ല ഇവരവിടെ കുറച്ച് നാളായിട്ട് പണിക്കൊക്കെ ഉണ്ട്, അവർക്കത് അറിയുകയും ചെയ്യാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ അത് സ്വർണ്ണക്കട്ടിയാണോ എന്നെല്ലാം തന്നെ ധരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെമ്പാണെങ്കിൽ കൂടിയും അത് വലിയ അളവിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരത് എടുത്തു മാറ്റാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഇയാളുടെ സ്വർണ്ണ മോതിരമടക്കം ഇപ്പോൾ മരിച്ചു വീണെന്ന് അവർ ബോധ്യപ്പെട്ടു, അവർക്ക് ശ്വാസമില്ല എന്നുള്ളത് ബോധ്യപ്പെടുകയും അതിൽ നിന്ന് സ്വർണ്ണ മോതിരമടക്കം എടുക്കുകയും അതിൽ നിന്ന് പണം വലിപ്പിൽ നിന്ന് എടുക്കുകയും ഇതെല്ലാം ചെയ്തവർക്ക് വളരെ നിഷ്കളങ്കമായി തള്ളിയിട്ടപ്പോൾ വീണു. അവർ മരണപ്പെട്ടപ്പോൾ തങ്ങൾ അവിടെ നിന്ന് ഈ സാധനങ്ങളുമായിട്ട് പോയി എന്നുള്ള മറുപടിയിൽ അത്ര കണ്ട വിശ്വസിച്ച് പോകാൻ കഴിയുമെന്നല്ല. അതുകൊണ്ട് തീർച്ചയായും പോലീസ് സംശയിക്കുന്നു ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളെല്ലാം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതാണ് ഈ ആന്തരിക അവയവങ്ങളുടെ ഈ പരിശോധനാ ഫലം കൂടി പോലീസ്, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലം കൂടി പോലീസ് കാത്തിരിക്കുന്നത്. മറ്റേതെങ്കിലും അപായപ്പെടുത്താൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിലെ നിരീക്ഷണം കൊണ്ട് തന്നെയാണ് ഇവരെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. കാരണം ഒരു സംശയം പെടാവുന്ന രീതിയിലല്ല ഇവർ വിളിച്ചു വരുന്നത്. ഇവർ സുഹൃത്തിനെ കൊണ്ട് തന്നെ ഇവിടേക്ക് നാട്ടിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് അവർക്ക് പിറകെയുണ്ടെന്ന്, പോലീസ് അവരെ സംശയിക്കുന്നതായോ യാതൊരു രീതിയിലുള്ള ഒരു സാഹചര്യവും അവർക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് സുഹൃത്തിനെ കൊണ്ട് ആ ഫോൺ വിളികളിലൂടെയാണ് അവർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതിൽ തന്നെ അവരത് സമ്മതിക്കുകയായിരുന്നു. സമ്മതിച്ചത് ഈ രീതിയിലാണ്, തള്ളിയിട്ടപ്പോൾ വീണു എന്ന രീതിയിലാണ്. പക്ഷേ പോലീസ് അത് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രത്തോളം സാധനങ്ങൾ കവർച്ച ചെയ്ത 2 പേരാണ് അവർ. അപ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ളൊരു മോട്ടീവ് അവർക്കുണ്ടായിരിക്കും. അത് ഏത് രീതിയിൽ അവിടെ പ്രയോഗിച്ചു എന്നതാണ് ആ പോലീസ് അന്വേഷിക്കുന്നത്. അതിന് ഈ ശാസ്ത്രീയമായ ഒരു പരിശോധന വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര വാഴക്കാല സ്വദേശി സലീമിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് വീട്ടിലെ ജോലിക്കാരിയും ഭർത്താവും പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.